ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓട്ടോകാഡിലെ ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ക്യാമറ 6, ക്യാമറ 5, ക്യാമറ 4, ക്യാമറ 3, ക്യാമറ 2, ക്യാമറ 1. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറ എ, ക്യാമറ ബി, ക്യാമറ സി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകൾ ഒന്നും തന്നെ അലൈൻ അല്ല. ഇതും അതേപോലെ അലൈൻ അല്ല. നമുക്ക് രണ്ട് രീതിയിൽ ഇത് അലൈൻ ചെയ്യാൻ പറ്റും, ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യാൻ പറ്റും. ഞാൻ അതിനുവേണ്ടി ഇതിൻ്റെ ഒരു കോപ്പിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം. നമുക്കറിയാൻ പറ്റും ഇതിൽ എക്സ് വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടും y വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമാണെന്ന്. ഇനി നമുക്ക് അലൈൻ ചെയ്യുന്നതിന്, ഫസ്റ്റ് മെത്തേഡിൽ അലൈൻ ചെയ്യുന്നതിന് എനിക്ക് ഈ ടെക്സ്റ്റിൻ്റെ അതേപോലെയാണ് അലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അതിനുവേണ്ടി ഈ ക്യാമറ 1 എന്നത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ വന്നാൽ ഇതിൻ്റെ എക്സ് വാല്യൂ കാണാൻ പറ്റും. ഞാൻ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കുന്നു, കോപ്പി കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം എസ്കേപ്പ് കൊടുക്കുന്നു. ഇനി ബാക്കി ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യാനുള്ള ബാക്കി ടെക്സ്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം എക്സ് വാല്യൂവിൽ വന്നതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത എക്സ് വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ടെക്സ്റ്റുകളും ഇതുപോലെ അലൈൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിനനുസരിച്ചാണ് എനിക്ക് അലൈൻ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് y വാല്യൂ ആണ് കോപ്പി ചെയ്യേണ്ടത്. ഞാനത് കോപ്പി ചെയ്യുന്നു, Ctrl C അടിച്ച് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ബാക്കി ടെക്സ്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത്, ഇനി ഇതും സെലക്ട് ചെയ്ത് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ y വാല്യൂവിൽ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് അലൈൻ ആയി വന്നതായി കാണാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അലൈൻ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കും നമ്മുടെ അലൈൻ ചെയ്യാനുള്ള ടെക്സ്റ്റുകളെല്ലാം തന്നെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഈ 6 ടെക്സ്റ്റുകളും സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സെലക്ട് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ടു അലൈൻ ടു P, അതായത് പോയിന്റിന് അനുസരിച്ചാണ് അലൈൻ ചെയ്യേണ്ടത്. ഞാൻ അതിനു വേണ്ടി P എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ പിക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അലൈൻ ആയി വരുന്നത്. ഞാൻ കർസർ മുകളിലോട്ട് നീക്കുമ്പോൾ അലൈൻ ആയി വരുന്നത് കാണാൻ പറ്റും. ഞാൻ എല്ലാ ടെക്സ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം മുകളിൽ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ടെക്സ്റ്റുകളും അലൈൻ ആയി കഴിഞ്ഞു. ഈ പറഞ്ഞ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ച് അലൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.